ജോസെ മൊറീന്യോ ദ സ്പെഷ്യൽ വൺ. എന്തായാലും എപ്പോഴും ഈ ബാഴ്സ ആരാധകരെ ഒന്ന് കൊട്ടാൻ വേണ്ടി ജോസെ മൊറീന്യോ വൺ സെഡ് ഒബ്സഷൻ എന്ന് പറഞ്ഞുള്ള സാധനം എടുത്തുകൊണ്ട് വരുന്ന റയൽ മാഡ്രിഡ് ഫാൻസിന് ഇത് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കാര്യം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ ബെൻഫിക്ക മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റെഫറിങ്ങിനെ കുറിച്ച് ജോസെ മൊറീന്യോ പറഞ്ഞു തന്നെയാണ് സംഭവം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പുള്ളിക്കിട്ട് കൊട്ടാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റയലിൻ്റെ ആളല്ലല്ലോ, സോ സ്വാഭാവികമായിട്ട് ഇതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യും. പക്ഷെ എന്നാലും പുള്ളി പറഞ്ഞൊരു കാര്യം വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇന്നലത്തെ മാച്ചിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ സംഭവം അത് ഒരിക്കലും ഫുട്ബോളിൽ സംഭവിക്കാൻ പാടില്ലാത്ത തന്നെയാണ്. പക്ഷേ അതിനിടയിൽ റെഫറിങ്ങിൻ്റെ മിസ്റ്റേക്സ് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് വാർ പോലും ചെക്ക് ചെയ്യാതെ മിസ്സായി പോയെന്നുള്ള ഒരു പിടുത്തുമില്ല. ആ വാൽവേഡയൊക്കെ പിടിച്ചു നിർത്തി ചെപ്പൊക്കെ ഒരു അടി അടിക്കണ പോലത്തെ അടിയാണ് അടിച്ചിട്ട് ഓടുന്നത്. എന്നിട്ട് ഇതൊന്നും കണ്ടില്ല, കേട്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ല. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചാമ്പ്യൻസ് ലീഗാണ്, ഇവിടെ റയൽ മാഡ്രിഡ് ആണ്, ഇവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം എന്തായാലും ജോസെ മൊറീന്യോ ഏകദേശം ഇത് തന്നെയാണ് പറഞ്ഞത്. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ 1400 മത്സരങ്ങളോളം ഈ ലൈനിൽ നിന്ന് ബെഞ്ചിലൊക്കെ ആയിട്ട് ഇരിക്കുന്ന മനുഷ്യനാണ്. എന്നോട് ഇതെങ്ങനെ വർക്കാവും എന്നുള്ളത് പറയരുത്. ഒന്നില്ലെങ്കിലും ഇതേ ക്ലബിൻ്റെ കോച്ചായിട്ടിരുന്ന ആളല്ലേ പുള്ളി പറഞ്ഞത്. ആ അർത്ഥത്തിൽ തന്നെ ആയിരിക്കും. ഇത് പറയാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയറിന് രണ്ടാമത് യെല്ലോ കാർഡ് കൊടുക്കാത്തതാണ് പുള്ളി അത്രയും ശുഭിതനായി അവിടെ റെഡ് കാർഡ് ചോദിച്ച് വാങ്ങിച്ചത് എന്ന് വിചാരിച്ചെങ്കിൽ അതിനല്ല. മറ്റ് താരങ്ങൾക്ക് എന്തുകൊണ്ട് പുള്ളി ഒരു യെല്ലോ കാർഡ് പോലും കൊടുത്തില്ല എന്നുള്ളതാണ് ചോദ്യം. കാരണം അതിൽ പലരുടെയും ഇൻസിഡൻസിന് 1ഉം 2ഉം യെല്ലോ കാർഡ് ഡിസേർവിംഗ് ആയിട്ട് പോലും റെഫറി എടുക്കാതിരുന്നത് പോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. Que o Tchouaméni, o Aysan e o Carreras não podiam ver o cartão amarelo. Ele sabia. E quando o Carreras simula, ele não dá amarelo. E quando o Tchouaméni faz 2 ou 3 ou 4 faltas, não dá amarelo. Ele sabia. Ou seja, ele não ficou contente em jogar só este jogo. Ele quis jogar o próximo. E eu disse-lhe. Ele expulsou-me, mas ele sabe que eu disse a verdade.